കോഴിക്കോട് പൂളങ്കരയിൽ കാർ മോഷണ കേസിലെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ നാട്ടുകാരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം. പ്രതിയെ വാഹനത്തിൽ കയറ്റുന്നത് തടഞ്ഞ നാട്ടുകാർ പോലീസിനെ ആക്രമിച്ച ശേഷം വാഹനത്തിന്റെ ചില്ല് തകർത്തു. സംഘർഷത്തിനിടെ പ്രതി രക്ഷപ്പെട്ടു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, ഈ ഒരു സംഘർഷത്തിന് കാരണം എന്താണ്? എന്തുതന്നെയായാലും ഒടുവിൽ പ്രതി രക്ഷപ്പെട്ടു എന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. കൃഷ്ണ, എറണാകുളം ഞാറക്കിൽ നിന്ന് ഒരു കാർ മോഷണം പോയിരുന്നു. അതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പ്രതി കോഴിക്കോട് സ്വദേശിയാണ് എന്ന് കണ്ടെത്തുകയും പിന്നീട് അന്വേഷണ സംഘം ഇന്നലെ രാത്രിയോടുകൂടെ പൂളങ്കരയിൽ എത്തുകയും ചെയ്തു. പ്രതിയെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് പ്രതി ബഹളം വെച്ചത്. ഇതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും പിന്നീട് പോലീസ് ആണ് എന്നും ഈ വിഷയത്തിലാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന കാര്യമൊക്കെ നാട്ടുകാരോട് പോലീസ് പറഞ്ഞുവെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. പിന്നീട് സംഘടിച്ചെത്തിയ നാട്ടുകാർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഞാറക്കൽ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പന്തീരങ്കാവ് പോലീസും സ്ഥലത്തെത്തി. അങ്ങനെ ലാത്തി വീശുകയും നാട്ടുകാരെ ഓടിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് പ്രതി വാഹനത്തിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാറക്കൽ പോലീസിന്റെ പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 100ഓളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചു തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന്റെ ചില്ല് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നു. ഷിഹാബ് എന്നാണ് പ്രതിയുടെ പേര്. കാർ മോഷണ കേസിലെ പ്രതിയായ ഷിഹാബിനായി ഞാറക്കൽ പോലീസും പന്തീരങ്കാവ് പോലീസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 100ഓളം പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് ആണ്.